എവിടെ? പഴയ രാമൻ നമ്പ്യാർ ആൻഡ് അതേഴ്സ് വേർഡ്സ് ഗവൺമെന്റ് ഓഫ് കേരള 1963 മുത്തച്ഛൻ വാദിച്ച കേസായത്. ക്രോസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിലുണ്ട്. എന്നാ നല്ലവണ്ണം മനസ്സിരുത്തി പഠിച്ചോണം. ഓ, ക്രോസ് ഒന്നും വിസ്തരിച്ച് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാലേ പഴയ കുഞ്ഞിരാമക്കുറുപ്പ് വക്കീലിന്റെ കാലത്തുള്ള കോടതിയും കേസും ഒന്നും അല്ല ഇപ്പൊ. എന്നാ പിന്നെ അതിങ്ങതാ, നീ പഠിക്കണ്ട. അത് വേണ്ട, ഇരുന്നോട്ടെ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് റെഫർ ചെയ്യാലോ. അപ്പൊ നിനക്കത് വേണം. അല്ല, ഇന്നേതാ കേസ്? നീ അത് പറഞ്ഞില്ലല്ലോ. കേട്ടാ മുത്തശ്ശൻ ഞെട്ടും. അതുകൊണ്ടേ ഇപ്പൊ ഞെട്ടണ്ട, ഞാൻ വന്നിട്ട് പറയാം. അപ്പൊ ഞെട്ടിയാ മതി. ബൈ. ഭരത്ചന്ദ്രൻ, കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ. യെസ്. മിസ്റ്റർ ഭരത്ചന്ദ്രൻ, ഇപ്പോൾ പോലീസ് കമ്മീഷണർ കോഴിക്കോട് അല്ലേ? അല്ല. വൈ? എന്ത് വൈ എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം എനിക്കറിയില്ല. I am on indefinite leave, Your Honor. That means നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ഥാനചലനം. Yes. അതായത് in 1993 നിങ്ങൾക്കിത് 7ാമത്തെ ട്രാൻസ്ഫർ അല്ലേ? Exactly. സ്ഥിരമായി ശിക്ഷാ നടപടികൾക്ക് വിധേയനാകുന്ന ഒരു ഓഫീസറാണ് നിങ്ങൾ. Objection. Overruled. ഗവൺമെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നിങ്ങളൊരു സ്ഥിരം തലവേദനയാണ് അല്ലേ? Objection. Sustained. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെറോയിൻ എന്ന ലഹരി മരുന്ന് കൈവശം വെച്ചു എന്ന കുറ്റം ആരോപിച്ച് മുൻപ് തിരുവനന്തപുരം റൂറൽ SP ആയിരിക്കുമ്പോൾ ഈ നിൽക്കുന്ന പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. That is on 12th of January 1992 അല്ലേ? Yes. ഈ കേസിൽ പിടികൂടുന്നതിന് മുൻപും നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാം. എത്ര പ്രാവശ്യം? കൃത്യമായി ഓർമ്മയില്ല. പക്ഷെ ഇവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട് സർ. 8 പ്രാവശ്യം on a variety of charges. പക്ഷേ ഇവർക്കെതിരെ ഒരു കേസെങ്കിലും തെളിയിക്കാൻ നിങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. തെളിയിക്കപ്പെട്ട് ഒരൊറ്റ ക്രിമിനൽ കേസിന്റെ പോലും പിൻബലമില്ലാതെ നിങ്ങൾ ഈ നിൽക്കുന്ന പാവം 4 ചെറുപ്പക്കാരെ സമൂഹത്തിന് മുൻപിൽ ക്രിമിനൽസ് എന്ന് മുദ്ര കുത്താൻ ശ്രമിച്ചു. അതല്ലേ സത്യം? No. മിസ്റ്റർ ഭരത്, ആ കൈയൊന്ന് നീട്ടു. ഈ ബലിഷ്ഠമായ കൈകൊണ്ട് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന പ്രതികളെയെല്ലാം ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കാറുണ്ടല്ലേ? That's none of your business. Mind your language. I am sorry, Your Honor. നിങ്ങൾ പ്രതികളെ തല്ലാറില്ലേ? Objection, Your Honor. Make your point. ഇതാ സർ, ഈ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഇതേ പ്രതികളിൽ ഒരാളായ ആൽബർട്ടിനെ ഇതിനു മുൻപ് മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചവിട്ടി കൈയൊടിക്കുകയും ചെയ്തതിന്റെ പേരിൽ അന്നുണ്ടായ കോലാഹലങ്ങളുടെ പത്ര റിപ്പോർട്ടുകളും പിന്നെ മെഡിക്കൽ രേഖകളും. മിസ്റ്റർ ഭരത്, മറ്റേതോ തരത്തിൽ സംഘടിപ്പിച്ച ഹെറോയിൻ നിങ്ങൾ രഹസ്യമായി എന്റെ കക്ഷികളുടെ വാഹനത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും അവരെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതല്ലേ സത്യം? No. ഈ നിൽക്കുന്ന പ്രതികളെ നിങ്ങൾ ഈ കേസിൽ പിടികൂടുന്നതിന് മുൻപ് തന്നെ ഇവർ നിങ്ങൾക്കെതിരായി എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് അറിവുണ്ടോ? ഇല്ല. Are you sure? Yes. രാമദാസ് SP വിജിലൻസ്. കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ. In 1992
ജനുവരി 9-ന്, അതായത് ഈ കേസിന് ആധാരമായ ജനുവരി 12-ലെ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുൻപ് ഈ നിൽക്കുന്ന ആൽബർട്ടും പീറ്ററും പിന്നെ മറ്റു 3 പ്രതികളും നിങ്ങളെ നേരിൽ കണ്ട് ശ്രീ ഭരത് ചന്ദ്രനെതിരെ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ബോധിപ്പിച്ചിരുന്നോ? Sir, this is absurd. Totally fabricated. And this bugger is a... Order. Shit. Don't swear. I warn you, you can be tried for contempt. നിശിതമായ മുൻവൈരാഗ്യം ഉള്ളിൽ വെച്ച് നിങ്ങൾ എന്റെ കക്ഷികളുടെ പേരിൽ ഈ കേസ് കെട്ടിച്ചമച്ചെടുത്തതാണ് അല്ലേ മിസ്റ്റർ ഭരത്? അതല്ലേ സത്യം? No. കരുത്തനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്ര ദുർബലമായ ശബ്ദം ചേരില്ല. Come on, say yes or no. I said no. Order. That sounds more like rebuke. ഈ നിന്ന എന്നോടോ അതോ കോടതിയോടോ? Your Honor, കോടതിയോട് പോലും മര്യാദയും ക്ഷമയും പാലിക്കാൻ താൻ തയ്യാറല്ല എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞ ഒരു ഓഫീസറാണ് അങ്ങയ്ക്ക് മുന്നിൽ ഇത് അയ്യെ നിൽക്കുന്നത്. കേട്ടില്ലേ സർ ഇദ്ദേഹം അലറി വിളിച്ചത്? കണ്ടില്ലേ കണ്ണ് ചുവന്നു വീർത്തത്? Sir, my point is that this case has been concocted by a cruel, brutal and perverted police officer to harass these innocent youngsters. They have unfortunately fallen victims to his wrath. And hence I plead, Your Honor, that these accused may kindly be acquitted of all the baseless charges leveled against them. That's all, Your Honor. Court adjourned. മാഡം രക്ഷപ്പെടുമല്ലേ? Chance ഉണ്ട്, that's all. ഗംഭീരമായി ക്രോസ്. ഇതൊന്നും വക്കീലിന്റെ മിടുക്കല്ല മിസ്റ്റർ പിള്ള. കെട്ടിച്ചമച്ച കുറെ രേഖകളും എഴുതിയ കടലാസിന്റെ പോലും വിലയില്ലാത്ത ഒരു വിജിലൻസ് റിപ്പോർട്ടും പിന്നെ നട്ടാ കിളിർക്കാത്ത നുണയെ എന്നെളിച്ച നിങ്ങളുടെ വിജിലൻസ് ഓഫീസറും. എത്ര കൊടുത്തു അയാൾക്ക്? അതിപ്പോ വേണ്ട. എനിവേ, ഇനി എന്നെ കിട്ടില്ല ഇങ്ങനെയുള്ള കേസുകൾക്ക്. ഇത് തന്നെ ഫേമിലെ സീനിയർ അഡ്വക്കേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പിയർ ചെയ്തേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. താങ്ക് യു. ഹായ് ഹായ്. ഇന്ദു കലക്കിന്ന് കേട്ടല്ലോ. ഇറ്റ്സ് ഓൾ ഹിസ് ഗ്രേസ്. വരട്ടെ. ഭരതല്ല, ക്രൂവൽ പെർവേർട്ടഡ് ബ്രൂട്ടൽ പോലീസ് ഓഫീസർ. കയ്യിൽ പെടുന്ന നിരപരാധികളായ ഇരകളെ പീഡിപ്പിക്കാൻ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന ക്രൂരനും ഭ്രാന്തനും നിഷ്ഠുരനും നിഷേധിയുമായ പോലീസ് ഓഫീസർ അല്ലടി? പ്ലീസ് ഒന്ന്. നോ, പാടില്ല. നിയമത്തിന്റെ മുമ്പിൽ എന്ത് കള്ളക്കഥയും കെട്ടി എഴുന്നള്ളിക്കാൻ ലെവലേശ ഉളുപ്പില്ലാത്ത ഷ്രൂഡ് കണ്ണിങ് യങ് ലേഡി അഡ്വക്കേറ്റിന്റെ മൊഴിയിൽ ഒരു പ്ലീസ് കേട്ടില്ലടി. എന്താ ഇത്? നൺ ഓഫ് യുവർ ബിസിനസ്. പോലീസിൽ ഇപ്പൊ മസിൽ പവറിനേക്കാൾ മാന്യതയ്ക്കാണ് സ്ഥാനം അല്ലേടി? ഈ കൈ ശരിക്ക് കണ്ടോ നീ? പ്രതികളുടെ മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ മോന്തായ കാണിക്കുന്നേ. ഐ സെഡ് ഡോണ്ട് പോക്ക് യുവർ ബ്ലഡി നോസ്. കൈ എടുക്കണം. എടുക്കടാ കൈ. മിസ്റ്റർ ജോസ്, he is my cousin. അയ്യേ, ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല. പ്ലീസ് പ്രൊസീഡ്. പാടോ. ഹലോ. അയ്യേ, കൺഗ്രാറ്റ്സ്. എന്നെ നീ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. പകരം ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ബോർണായില്ലെങ്കിലേ നാണക്കേടല്ലേടി? ഞാൻ തന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്തു അല്ലേ? I should not have. You were just perfect and superb. Objection!